നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും കുടുംബം. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് അപ്പീൽ നൽകിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നീതി ലഭിക്കും വരെ, നീതി കിട്ടുന്നതുവരെ ഏതറ്റവും പോകാൻ തയ്യാറാണെന്ന് നേരത്തെ മഞ്ജുഷ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്? പറഞ്ഞുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മഞ്ജുഷയുടെ ഹർജി തീർപ്പാക്കിയിരുന്നു. ഈ ഒരു സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുൻപാകെ നവീൻ ബാബുവിന്റെ കുടുംബം നിലവിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് കാര്യമായിട്ട് വസ്തുതകൾ പരിഗണിച്ചില്ല, അതുകൊണ്ട് തന്നെ ആ വിധി റദ്ദാക്കണമെന്നുള്ളതാണ് മഞ്ജുഷയുടെ ആവശ്യം. നേരത്തെ നമുക്കറിയാം, ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കിയത് ചില നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു. അതായത് ഈ നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളൊരു സംശയം കുടുംബം ആരോപണം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIG വഹിക്കണം. നിശ്ചിത ഇടവേളകളിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DIG കൈമാറണം. ഈ അന്വേഷണ പുരോഗതി നവീൻ ബാബുവിന്റെ കുടുംബത്തെ അറിയിക്കണം. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ അന്വേഷണ സംഘം കരട് റിപ്പോർട്ട് DIGക്ക് നൽകി അനുമതി തേടണം. ഇതൊക്കെയായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഒപ്പം തന്നെ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം. CBIയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്. ഈ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ കുടുംബം നിലവിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഈ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളൊരു സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് തന്നെ വെക്കുമ്പോൾ തങ്ങൾക്ക് ആ അന്വേഷണത്തിൽ ഒരു വിശ്വാസ്യത പോരാ എന്ന് തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം. കാരണം നിലവിൽ സംസ്ഥാന ഏജൻസി തന്നെ ഈ അന്വേഷണം കാര്യമായിട്ട് നടത്തുമെന്നുള്ളതിൽ തങ്ങൾക്ക് വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രമുഖയായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ കേസിലെ പ്രതി. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണം ഏത് വിധത്തിലും എപ്പോഴെങ്കിലും ഒക്കെ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് തന്നെ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് തങ്ങളുടെ താല്പര്യം. അതിനനുസരിച്ച് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഒരു ഇടപെടൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വേണമെന്നും മഞ്ജുഷ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസമായിരിക്കും പ്രസ്തുത അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. എന്തായാലും കുടുംബം നിയമ പോരാട്ടം തുടരുകയാണ് ചെയ്യുന്നത്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.